ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിൽ CPIക്ക് കടുത്ത അതൃപ്തിയുണ്ടല്ലോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി സ്പഷ്ടമായിരുന്നു. അതിൽ എല്ലാമുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പൊ അത് തൃപ്തിയോടുകൂടിയാ. ഞാനിപ്പോ പറഞ്ഞത് തൃപ്തിയോടുകൂടിയാണോ? ഇപ്പൊ ആരെയാ കണ്ടുകൂടാതെ? ഇനി അത് ചോദിക്കണം. അല്ല, ആഭ്യന്തര വകുപ്പ് അതൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് അതിന്റെ ഇടപെടേണ്ട കാര്യമില്ല. CPM-നുമായി അതിനെ കൂട്ടിക്കെട്ടണ്ട. കാര്യം വ്യക്തം. ക്രമസമാധാന ചുമതലയുള്ള ADGP RSS നേതാക്കളെ സന്ദർശിച്ചതിൽ പാർട്ടിക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി, ഇക്കാര്യത്തിൽ തുടരുന്ന മൗനത്തിൽ കടുത്ത അമർഷവുമുണ്ട്. MV ഗോവിന്ദന്റെ വാക്കുകളിൽ കൃത്യമായി തന്നെ ഈ വികാരം നിഴലിക്കുന്നുണ്ട്. വിവാദത്തിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കെന്ന സൂചന കൂടിയുണ്ട് പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളിൽ. ADGPയുടെ RSS ബാന്ധവത്തിൽ CPI കടുത്ത നിലപാടെടുത്തു കഴിഞ്ഞു. അത് മുന്നണിയിലും പ്രതിഫലിക്കുന്നുണ്ട്. വിശദീകരണം നൽകാൻ കഴിയാത്തത്ര പ്രതിസന്ധിയിലാണ് CPM എത്തി നിൽക്കുന്നത്. സമ്മേളനകാലത്ത് ഇങ്ങനെയൊരു വിഷമവൃത്തം തുടരാൻ പാർട്ടി നേതൃത്വം ആഗ്രഹിക്കുന്നുമില്ല. ഇതിനിടയിലാണ് ഇന്നലെ മുഖ്യമന്ത്രി DGPയും ക്രൈംബ്രാഞ്ച് ADGPയുമായും അടിയന്തര കൂടിക്കാഴ്ച നടത്തിയത്. ചർച്ചാ വിഷയം പുറത്തുവിട്ടിട്ടില്ലെങ്കിലും MR അജിത് കുമാർ വിവാദം ചർച്ചയായെന്നാണ് സൂചന. ADGPക്കെതിരായ നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു എന്ന സൂചനയെന്നും കൂടിക്കാഴ്ച വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഈ ഘട്ടത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ശ്രദ്ധേയമാണ്. പുഴുക്കുത്തുണ്ടെങ്കിൽ ആ പുഴുക്കുത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനല്ല, ആ പുഴുക്കുത്തിൻ്റെ എണ്ണം കുറക്കാനോ പുഴുക്കുത്ത് ഇല്ലാതാക്കാനോ ആണ് LDF സർക്കാർ ശ്രമിക്കുക. ADGPക്കെതിരായ നിലപാട് കോൺഗ്രസിനൊപ്പം UDFും ഘടിപ്പിക്കുകയാണ്. പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമെന്നാണ് ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ അന്തർദേശീയ തലത്തിലുള്ള ഒരു സംഗതിയാണ്. അതൊക്കെ ഇങ്ങനെ ഒരു കലക്കലിന് വിധേയമായി എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എല്ലാവരും പറ്റിക്കുകയാണ്. RSS കൂടിക്കാഴ്ചയും തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതും കൂട്ടിക്കെട്ടി പ്രതിപക്ഷം ആയുധം തൊടുക്കുമ്പോൾ തീർത്തും പ്രതിരോധത്തിലാവുകയാണ് CPMും സർക്കാരും. തൃശൂർ പൂരം സംഭവവുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണം പൂർത്തിയായോ? എങ്കിൽ അന്വേഷണ റിപ്പോർട്ട് എവിടെയെന്ന ചോദ്യങ്ങൾക്കും ആഭ്യന്തര വകുപ്പിന് ഇപ്പോഴും മറുപടിയില്ല. ADGP ഉൾപ്പെട്ട ഈ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി ഉടൻ ഇടപെട്ടില്ലെങ്കിൽ പാർട്ടിയും സർക്കാരും വലിയ രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ അകപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. R അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.